ഇനി ഭജനവും പറഞ്ഞു. ഇനി എന്താണ്? പാരായണം, ഭാഷണം, ഭോജനം, ഭജനം, ദാനം. എന്താണ് ദാനം? ഏറ്റവും സംബന്ധമായിട്ട് ദാനം ചെയ്യുന്നത് എന്താണ് മക്കളെ? ഒന്ന് എഴുതിയിട്ട് പറഞ്ഞേ. എന്ത് ദാനം നമ്മളിവിടെ നടത്തുന്നത്? ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. മോനിരുന്നോ? അമ്മോട് പറഞ്ഞേ, മോള് പറഞ്ഞേ, പറഞ്ഞോളൂ. പറ്റുന്നില്ല, ഇരുന്നോ. ഏതാണ് മോനെ? ഏത് ദാനം ചെയ്യുന്നത്? വെടുക്കൻ. എന്താ പേര്? സംബന്ധമായി നാം പ്രധാനമായി ചെയ്യുന്ന ദാനം ഏതാണ്? ഇവരൊക്കെ പറഞ്ഞേ. അതൊക്കെ ഓർത്തിരിക്കട്ടെ. എന്താണ് ഈ ദാനത്തിന്റെ പ്രത്യേകത? ഋഷി പറയുന്നു, ഗജതുരക സഹസ്രം ഗോകുലം കോടിദാനം കനകരഹിത പാത്രം മേദിനീ സാഗരാന്തം ഉഭയകുല വിശുദ്ധം കോടികന്യാ പ്രദാനം നദി നദി ബഹുദാനം അന്നദാനം സവാനം. ഗജതുരക സഹസ്രം. ഗജം തുരകം. തുരകം നിങ്ങളുടെ നാട്ടിലൊരു ഇഷ്ടം പോലെ ഉണ്ടായി. തുരകം, വാജി, കുതിര അല്ലെങ്കിൽ അശ്വം എന്നൊക്കെ പറയും. ഗജതുരക സഹസ്രം. സഹസ്രം എന്ന് വെച്ചാൽ 1000. അങ്ങോട്ടേക്ക് സാധനം ഉപയോഗിക്കണം കേട്ടോ. സഹസ്രം എന്ന് പറഞ്ഞാൽ 1000. ആയിരക്കണക്കിന് ആനകളെയും കുതിരകളെയും ദാനം ചെയ്താലും എന്നുള്ള ചിന്ത വരുന്നു. രാമ ആൻഡ് കൃഷ്ണ, രാമനും കൃഷ്ണനും എന്ന് പറയത്തില്ലേ? അതുപോലെ ഹരിയോ. അപ്പോ ഗജതുരക സഹസ്രം, ആയിരക്കണക്കിന് ആനകളെയും കുതിരകളെയും ദാനം ചെയ്താലും ഗോകുലം കോടിദാനം. ഗോകുലം എന്ന് പറഞ്ഞാൽ പശുക്കൂട്ടം എന്നാണ്. അപ്പോ കോടിക്കണക്കിന് പശുക്കളെ ദാനം ചെയ്താലും ഗജതുരക സഹസ്രം ഗോകുലം കോടിദാനം കനകരചിത പാത്രം മേദിനീ സാഗരാന്തം. കനകരചിത പാത്രം അതായത് സ്വർണം, വെള്ളി തുടങ്ങിയതായിട്ടുള്ള വിലപിടിപ്പേറിയ ലോകങ്ങളെ കൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്ന അനേകം പാത്രങ്ങൾ ദാനം ചെയ്താലും മേദിനീ സാഗരാന്തം. നമുക്കറിയാം ലോകത്തില് 2 ഭാഗവും എന്താണ്? ജലമാണ്. ഒരു ഭാഗമേ ഉള്ളൂ ഭൂമി, അല്ലേ? ഈ കടലോളം ഭൂമി ദാനം ചെയ്താലും അവിടെ ഉണ്ടാകണം. ചെയ്താലും അല്ലേ? ഉഭയകുല വിശുദ്ധം കോടികന്യാ പ്രദാനം. വളരെ മേന്മയേറിയ വൈശിഷ്ട്യമേറിയ കുലങ്ങളിൽ നിന്നുള്ള കുലസ്ത്രീകളായിരിക്കുന്ന കന്യകളെ കോടിക്കണക്കിന് ദാനം ചെയ്താലും ഇതെല്ലാം ദാനങ്ങളിൽ പ്രാമുഖ്യമുള്ള ദാനങ്ങളാണ്. ചെയ്താലും നദി നദി ബഹുദാനം അന്നദാനം സമാനം. നദി നിങ്ങളുടെ ഭാഷയാണല്ലോ. ഇല്ല ഇല്ല എന്നെ പോലെ അന്നദാനത്തെ പോലെ സമമാകുകയില്ല ഈ പറഞ്ഞ ദാനങ്ങളൊന്നും തന്നെ. മനസ്സിലായോ? അത്രയ്ക്കും ശ്രേഷ്ഠമായ ദാനം അത്രേ അന്നദാനം. ഇതിന് മുമ്പ് ഒരു ദാനം കൂടിയുണ്ട്. അതെന്താണെന്നറിയാമോ? ബ്രഹ്മവിദ്യാദാനം. ബ്രഹ്മവിദ്യാദാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതിനടുത്ത സ്ഥാനത്ത് തന്നെ ചേർന്ന് നിൽക്കുന്ന ദാനമാണെന്ത്? അന്നദാനം. അതിനെങ്ങനെയാ പങ്കെടുക്കേണ്ടത്? അത് സ്വാമി ഇവിടെ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ചൊല്ലും. അപ്പോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇത് കേൾക്കുന്നുണ്ടേ. ഇപ്പൊ എന്തായാലും ഇവിടെ ഒരു ഗുണമുണ്ട്. കാര്യം ഇതിനകത്ത് മാത്രമേ കേൾക്കുള്ളൂ, പുറത്തോട്ട് കേൾക്കത്തില്ലല്ലോ. നമ്മുടെ നാട്ടിലേ, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഞങ്ങളൊക്കെ നാട്ടിലേ ഇങ്ങനെ ആ സംഭവം പലതൊക്കെ ആകുമ്പോൾ കൃഷ്ണരാമ കേൾക്കുമ്പോൾ അപ്പോൾ ഉടനെ വിളിച്ചാലും കുറിച്ചില്ലേ അടുത്തൊന്ന് കയറി പോകണം എന്ന് ഒരുങ്ങി ശരിയാക്കി
പുറത്ത് ചാടി വേഗം വന്ന് യജ്ഞശാലയല്ല ആദ്യമേ നോക്കുന്നത്, അന്നദാനശാല എവിടെയാണെന്ന അങ്ങോട്ടൊക്കെ ചെയ്ത് നോക്കുമ്പോൾ പ്ലേറ്റിനുള്ള പിടുത്തമാണ്. ഒന്നും തള്ളും പിടിച്ചെന്തായിട്ടുള്ള ഒരു പ്ലേറ്റ് കൈവശപ്പെടുത്തും. എന്നിട്ട് ആ വരിവരിയായിട്ട് ചെന്നിട്ട് ഇങ്ങോട്ട് ഇട്ടേനെ കുറച്ചുകൂടെ, എന്തിനാണോ ഉണ്ടോ കളയാനാ, ആവശ്യം വെള്ളത്തിനും ആവശ്യമില്ലാത്തതിന് എല്ലാം വാങ്ങി ഇങ്ങോട്ട് വെച്ചേട്ടാ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി, പ്രത്യേകിച്ച് ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടത്തും പോയിരിക്കത്തില്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി ചെന്നിട്ട് ആവശ്യം ഇല്ലെങ്കിലും ഇത്തിരിയൊന്ന് വാരി വന്ന് ബാക്കി അവിടെ കളഞ്ഞിട്ട് പോകുന്ന എത്രയോ പ്രത്യേകതകൾ ഉണ്ടെന്നറിയാമോ. ഒരിക്കലും ആ പാപം നാം ഏറ്റുവാങ്ങുകയും ചെയ്യരുത്. അന്നം ബ്രഹ്മമാണ്. ആ ബ്രഹ്മം നിഷിദ്ധമാകാൻ ഒരിക്കലും അനുവദിക്കരുത്. ഒരു വറ്റ് നാം ഉപയോഗശൂന്യമാക്കി കളയുമ്പോൾ അടുത്ത ജന്മം ആ ഒരു ആയുസ് പഷ്ണി കോലമായി കഴിയേണ്ടി വരും. അതാദ്യത്തെ